എമ്പുരാൻ സിനിമയുടെ റിലീസോടെ ഗോദ്ര ട്രെയിൻ കലാപവും തുടർന്നുണ്ടായ വംശീയ ഹത്യയും ഗുജറാത്തിൽ ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത വംശീയ കലാപവും വീണ്ടും ദേശീയ തലത്തിൽ പോലും ചർച്ചാ വിഷയം ആകുകയാണ്. ഈ കലാപത്തെ എമ്പുരാൻ എന്ന സിനിമ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ ചിത്രത്തിനെതിരെ, സിനിമയ്ക്കെതിരെ ബോയ്ക്കോട്ട് ആഹ്വാനവും സോഷ്യൽ മീഡിയയിൽ വൻ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ അശ്ലീല പരാമർശങ്ങൾ വരെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞ് കുമിഞ്ഞു കൂടുകയാണ്, നാറ്റം വമിക്കുകയാണ്. അതിൻ്റെ ചില സാമ്പിൾ ഷോട്ടുകൾ ഞങ്ങൾ സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇത്തിരി ശ്ലീലമുള്ള പ്രയോഗങ്ങൾ മാത്രം. ഇവിടെ കാണിക്കാൻ പറ്റാത്ത അശ്ലീലങ്ങളാണ് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പോസ്റ്റുകൾക്ക് കീഴെ വന്ന് കമൻ്റ് ഇടുന്നത് സംഘികൾ. എന്നാൽ ഇതേപ്പറ്റി മാധ്യമങ്ങളിൽ ചർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ആൾക്കാർ വന്ന് എന്തെങ്കിലും സൈബർ ഇടത്തിൽ പ്രതികരണങ്ങൾ ഇട്ടാൽ അത് പൊക്കിപ്പിടിച്ചു നടക്കുന്ന മാധ്യമങ്ങൾ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച്, അതും കണ്ടാലറയ്ക്കുന്ന അശ്ലീലം, നാറ്റം വമിക്കുന്ന അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന കാമ്പയിനെതിരെ കേരളത്തിലെ ഒരു മാപ്രകൾക്കും ഒരു മാധ്യമങ്ങൾക്കും മുഖ്യധാര മാധ്യമങ്ങൾക്കും അതേപ്പറ്റി ചർച്ച ചെയ്യാനോ ആ വിഷയം ഏറ്റെടുക്കാനോ ഒരു താല്പര്യമില്ല. അപ്പോൾ മാധ്യമങ്ങളുടെ അജണ്ട എന്താണെന്ന് വ്യക്തമായില്ല. അതവിടെ നിൽക്കട്ടെ, അതൊരു കാര്യം. രണ്ട്, ഈ കലാപം, ഗോദ്ര കലാപം, ട്രെയിൻ കത്തിക്കലും അല്ലെങ്കിൽ ട്രെയിനിൽ തീ പടർന്നതും തുടർന്നുണ്ടായ കലാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിന് ഒരു മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ വർഗീയ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വീണ്ടും ഒരു വ്യാജ പ്രചരണം നടത്താനും ഇതിനെ ഉപയോഗിക്കാവുന്ന അവസരം വരുന്നുണ്ട്. അതിനെ എങ്ങനെ മതേതര കക്ഷികൾ, കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും മറ്റ് സെക്കുലർ പാർട്ടികളും ദേശീയ തലത്തിൽ ഇതിനെ എങ്ങനെ അനുകൂലമായി ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഈ ഗോദ്ര കലാപത്തെക്കുറിച്ചും തുടർന്ന് നടന്ന വംശീയ ഹത്യയെക്കുറിച്ചുമൊക്കെ, പ്രത്യേകിച്ചും ഗോദ്ര ട്രെയിൻ കത്തിച്ചതിനെക്കുറിച്ച് 3 അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അന്വേഷണ കമ്മീഷൻ മാത്രമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നിയോഗിച്ച നാനാവതി കമ്മീഷൻ മാത്രമാണ് ഈ ട്രെയിനിലേക്ക് പുറത്തുനിന്ന് മണ്ണെണ്ണയൊഴിച്ചിട്ട് മുസ്ലിം ഗ്രൂപ്പുകളാണ് തീ വെച്ചത് എന്ന് പറയുന്നത്. അത് ഒരൊറ്റ കമ്മീഷൻ മാത്രം. പക്ഷെ മറ്റ് 2 കമ്മീഷനുകളും കണ്ടെത്തിയിരിക്കുന്നത് പുറത്തുനിന്ന് അതിലേക്ക് തീ പടർന്നിട്ടില്ല, തീ വെച്ചിട്ടില്ല. കോച്ചിന് S6 കോച്ച്, സബർമതി എക്സ്പ്രസിൻ്റെ S6 കോച്ചിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തു നിന്നാണ് തീ ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇതാര് ചെയ്തു എന്നത് ഒരു കമ്മീഷനും വ്യക്തമായിട്ട് പറയുന്നില്ല. ഇപ്പം നാനാവതി കമ്മീഷൻ പറയുന്നു പുറത്തുനിന്ന് തീയിട്ട് കത്തിച്ച് മുസ്ലിം ഗ്രൂപ്പുകൾ. അങ്ങനെയാണ് അത് അവിടുത്തെ ഉച്ചപത്രങ്ങൾ വാർത്തയാക്കി, മുസ്ലിങ്ങളാണ് സബർമതി എക്സ്പ്രസ്സിലെ കോച്ച് എക്സിന് തീയിട്ടതെന്ന് പറഞ്ഞ് അവിടുത്തെ ഉച്ചപത്രങ്ങൾ, ഗുജറാത്തിലെ പത്രങ്ങൾ വ്യാജ വാർത്തകൾ അടിച്ച് ഒരു വലിയ കലാപം, തീ പടരുന്ന ഒരു കലാപം, പിന്നെ നരോദ പാട്ടിയ മേഖലയിലേക്ക് അങ്ങനെ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. അപ്പോൾ അതിന് അവിടുത്തെ ലോക്കൽ മീഡിയ വഹിച്ച പങ്ക്, സത്യമന്വേഷിക്കാതെ വാർത്ത കൊടുക്കുക, ഇത്തരം വളരെ വൈകാരികമായ വിഷയങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കേണ്ടുന്ന മാധ്യമങ്ങൾ അത് ചെയ്യാതെ വർഗീയ കലാപത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ഈ ഗോദ്ര സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കമ്മീഷനുകൾ നോക്കുക. ഒന്ന്, ശ്യാമേത്ത നാനാവതി കമ്മീഷൻ. അതിൻ്റെ കണ്ടെത്തൽ നമ്മൾ പറഞ്ഞു. അത് 2002 ഫെബ്രുവരി 17 ഈ കലാപം നടന്നത്. അതിനുശേഷം ഉടനെ നിയോഗിച്ച കമ്മീഷനാണ് ഈ പറയുന്ന ശ്യാമേത്ത നാനാവതി കമ്മീഷൻ. അത് കഴിഞ്ഞ് 2005 UPA ഭരിക്കുന്ന കാലത്ത് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ് റെയിൽവേയുടെ അധികാരപരിധി വെച്ചിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അത് UC ബാനർജി എന്ന സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലാണ് ഈ UC ബാനർജി കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷന്റെ കണ്ടെത്തലിലാണ് തീ ഉണ്ടായത് S കോച്ചിന്റെ മധ്യഭാഗത്താണ്. കത്തിച്ച സ്റ്റൗ അബദ്ധത്തിൽ മറിഞ്ഞ് തീ പടരാം,
കാരണം ഈ കർസേവകർ ഈ കോച്ചിലുണ്ടായിരുന്നവർ അന്ന് ഈ ട്രെയിനിലിരുന്ന് പാചകം ചെയ്യുന്നുണ്ട് പല കോച്ചുകളിലും. സബർമതി എക്സ്പ്രസ് അയോധ്യ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാതെ ആയിരക്കണക്കിന് പേര് ഇതിൻ്റെ അകത്ത് അങ്ങ് കയറുകയാണ്. അതായത് 1100 പേർക്ക് യാത്ര ചെയ്യാവുന്ന റിസർവ്ഡ് കമ്പാർട്ട്മെന്റിലുള്ള ട്രെയിനിനകത്ത് 2500ഓളം പേര് യാത്ര ചെയ്യുകയാണ്. നിൽക്കാനിടമില്ലാതെ കർഷകർ ടിക്കറ്റ് എടുക്കാതെ 100 കണക്കിന് പേര് കയറിയിട്ട് എന്നിട്ട് അവിടെ കമ്പാർട്ട്മെന്റിന്റെ അകത്ത് സ്റ്റൗ കത്തിച്ച് പാചകം ചെയ്യുക, ഇതൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ S6 കോച്ചിന്റെ നടുവിൽ നിന്നുമാണ് തീ പടരുന്നത്. അത് സ്റ്റൗ മറിഞ്ഞാകാം, ആരെങ്കിലും കയറി മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് തീ കത്തിച്ചതായിട്ട് ഒരു സാക്ഷിയെ പോലും ഹാജരാക്കാൻ ഗുജറാത്ത് പോലീസിന് സാധിച്ചിട്ടില്ല. ഇതെല്ലാം UC ബാനർജി കമ്മീഷൻ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ തീ S6 കോച്ചിലുണ്ടായതിന്റെ യഥാർത്ഥ കാരണം ആരകത്ത് ചെയ്തു എന്ന് പറയാൻ നിവർത്തിയില്ല. പക്ഷേ പുറത്തുനിന്ന് തീ പടർന്നിട്ടില്ല. കാരണം ഈ ട്രെയിൻ ഗോദ്ര സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നത് തന്നെ ട്രെയിൻ നിർത്തിയ സ്ഥലം 12 മുതൽ 15 അടി വരെ ഉയരമുള്ള നിരത്തിൽ പൊക്കമുള്ള ബെണ്ടിലാണ് ഈ ട്രെയിൻ നിൽക്കുന്നത്. ആ അത്ര ഉയരത്തിലുള്ള കോച്ചിലേക്ക് താഴെ നിന്ന് പെട്രോളോ മണ്ണെണ്ണയോ എടുത്തൊഴിക്കുക പ്രായോഗികമല്ല, അസാധ്യമാണ്. അതേപോലെ 2000 പേര് തടിച്ചുകൂടി എന്ന് പറയുന്നത് ആ ബെണ്ടുള്ളിടത്ത് നിർത്തിയ ട്രെയിനിന്റെ ഈ തീ കത്തിയ കോച്ചിന് മുന്നിൽ അത്രയും പേർക്ക് അവിടെ നിൽക്കാനും ഉള്ള സാധ്യതയില്ല. അപ്പൊ ആ സാധ്യതയും കമ്മീഷൻ തള്ളിക്കളയുന്നു. പിന്നെ മൂന്നാമതൊരു സ്വതന്ത്ര കമ്മീഷൻ വന്നു. അതായത് ജസ്റ്റിസ് VR കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സിറ്റിസൺ കമ്മീഷൻ എന്ന് പറയാവുന്ന ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ സ്വയം ഈ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യാതെ നിയോഗിച്ചു. ആ ജസ്റ്റിസ് VR കൃഷ്ണയുടെ കമ്മീഷന്റെ റിപ്പോർട്ടിലും പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ട്രെയിനിനകത്ത് അകത്തു നിന്നാണ് തീ വന്നിരിക്കുന്നത്, പുറത്തു നിന്നല്ല. അപ്പൊ നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നില്ല, തള്ളിക്കളയുകയാണ്. 140 ലിറ്റർ പെട്രോൾ ഗോദ്രയിലെ ഒരു പമ്പിൽ നിന്നും, അവിടുത്തെ പമ്പിലെ ജീവനക്കാരുടെ പേര് രജനി സിംഗ് ആൻഡ് പ്രതാപ് സിംഗ് പട്ടേൽ എന്നീ 2 ജീവനക്കാരുടെ മൊഴി പോലീസ് എടുത്തു. അപ്പൊ 2 മുസ്ലിം യുവാക്കൾ തലേ ദിവസം ഫെബ്രുവരി 26-ന് 140 ലിറ്റർ പെട്രോൾ നൽകി വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് അവർക്ക്. പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇവര് മൊഴി മാറ്റി പിന്നെ പറയുന്നുണ്ട്. ആരാണ് ഈ 2 പേര്? ഇപ്പൊ നോയൽ പാർമർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് കോടതിയിൽ സമർപ്പിച്ചത്. പിന്നെ ഇവര് തന്നെ മൊഴി മാറ്റി പറയുന്നത്, അതായത് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി പറയിപ്പിച്ചതാണ്, ഇങ്ങനെ 2 മുസ്ലിം യുവാക്കൾ വന്ന് പെട്രോൾ വാങ്ങിയിട്ടില്ല, മാത്രമല്ല ഇങ്ങനെ മൊഴി പറയാൻ ഈ നോയൽ പാർമർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ 50,000 രൂപ ഞങ്ങൾക്ക് തന്നു എന്നിവർ പിന്നീട് വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇത് വ്യാജമാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ മറ്റൊരു വൈരുദ്ധ്യം, നാനാവധി കമ്മീഷൻ പറയുന്നത് മണ്ണെണ്ണ ഒഴിച്ചു എന്നാണ്, ഇവിടെ പറയുന്നത് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണ്. രണ്ടും അപ്പൊ ഇതിന്റെ വ്യാജ വാർത്ത, വ്യാജ സംഭവങ്ങൾ നമ്മൾ ആലോചിക്കുക. പിന്നീട് ഒരിക്കൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. ഈ കലാപത്തിന് പിന്നിൽ നരേന്ദ്രമോദിയും ഗുജറാത്തിലെ ചില BJP കക്ഷികളും ഉണ്ടെന്നുള്ളത് വാജ്പേയിക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ വാജ്പേയിയുടെ മരുമകൾ നീസ് കരുണ ശുക്ല പിന്നീട് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അത് NDTVയിലെ വീഡിയോ കിടപ്പുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്, വാജ്പേയി അമ്മാവൻ തന്നോട് പറഞ്ഞിരുന്നു അത്രേ, അതായത് ഗുജറാത്ത് കലാപം ഗോദ്രയും അവിടുത്തെ വംശഹത്യയും എല്ലാം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടാളികളുമാണെന്ന് വാജ്പേയി തന്നോട് പറഞ്ഞതായി വാജ്പേയിയുടെ നീസ് മരുമകൾ കരുണ ശുക്ല പിന്നീട് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ BJP വാജ്പേയി അദാനി BJP അല്ല, ഇത് മോദി ടൈപ്പ് BJP ആണ്, പഴയ BJP അല്ല ഇത് എന്ന് അവർ പറയുന്നു. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഗോദ്ര ട്രെയിൻ കത്തിച്ചതോ സ്റ്റൗ മറിഞ്ഞ് കത്തിയതോ, ഇതിനകത്തൊന്നും മുസ്ലിങ്ങൾക്ക് പങ്കില്ല. ഇവരാരോപിക്കുന്ന ഈ ഗോദ്രയിലെ ഖാഞ്ചി വിഭാഗത്തിൽപ്പെട്ട ഖാഞ്ചി മുസ്ലിങ്ങൾ, ഗുജറാത്ത് പോലീസ് ഉണ്ടാക്കിയ കുക്കപ്പ് ചെയ്ത കഥയെന്ന് പറയുന്നത്, റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ കുറെ മുസ്ലിം കച്ചവടക്കാരുണ്ട്, അവരെയാണ് ഖാഞ്ചി മുസ്ലിംസ് എന്ന് വിളിക്കുന്നത്. ഈ കർസേവരും അയോധ്യയിൽ
രാമക്ഷേത്ര നിർമ്മാണത്തിന് പോയി വന്ന ഈ കർസേവകരും ഖാൻജി മുസ്ലിങ്ങളുടെ കടയിലിരിക്കുന്ന ചില മുസ്ലിങ്ങൾ തമ്മിൽ അവിടെ എന്തൊക്കെയോ വാക്കുതർക്കം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് പോലീസ് ഇതിനെ സാധൂകരിക്കാൻ, മുസ്ലിങ്ങളാണ് തീ വെച്ചതെന്ന് സാധൂകരിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തിയാലും തെളിവൊന്നുമില്ല. അപ്പോൾ ആര് തീ വെച്ചു അല്ലെങ്കിൽ എങ്ങനെ തീ കത്തി ഗോദ്ര സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഈ സിനിമ എമ്പുരാൻ കൈകാര്യം ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ആ കലാപത്തിന്റെ വിഷ്വൽസ് അതിൽ കാണിക്കുന്നു, ഗോദ്ര ട്രെയിൻ കത്തുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ഇതിന്റെ ഒരു ഇമേജ് ഞങ്ങൾ ഈ സ്റ്റോറിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗോദ്രയിൽ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസിന്റെ കോച്ച് 6 ആളിക്കത്തുന്നത്, ആ ആളിക്കത്തുന്ന ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം അതിനുള്ളിൽ നിന്നുമാണ് തീ വന്ന് പുറത്തേക്ക് വമിക്കുന്നത്. എന്നാൽ പുറത്ത് കോച്ചിന് യാതൊരു കേടുപാടുകളും കരിയും പുകയൊന്നും പിടിക്കുന്നുമില്ല. അപ്പോൾ അകത്തുനിന്നാണ് തീ പുറത്തേക്ക് വരുന്നത്. അകത്ത് കത്തി ആളി കത്തിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ വിഷയമാണ് എമ്പുരാൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എമ്പുരാൻ എന്ന സിനിമ വർഗീയ RSS രാഷ്ട്രീയത്തെ, BJPയെ, സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പണ്ടൊരു സംഘീയ അനുകൂല സിനിമയുണ്ടായിട്ടുണ്ട്. അത് കാലാപാനി എന്ന് പറയും. പ്രിയദർശൻ സംവിധാനം ചെയ്തത്, T. ദാമോദരൻ എഴുതിയ സിനിമ 1996 റിലീസായി. അത് നിർമ്മിച്ചത്, ഇതൊക്കെ കാവ്യനീതിയാണ്, അത് നിർമ്മിച്ചത് മോഹൻലാലിന്റെ പ്രണവ് ഫിലിംസും ഗുഡ് നൈറ്റ് മോഹന്റെ ഷോഗൻ ഫിലിംസുമാണ്. സെല്ലുലാർ ജയിലിൽ കിടക്കുന്ന തടവുകാരെ കുറിച്ചുള്ള സിനിമ. അതിൽ സവർക്കറുടെ കഥ കടന്നു വരുന്നുണ്ട്. സവർക്കറെ വെള്ളപൂശിയ സിനിമയാണ് കാലാപാനി. കാരണം പ്രിയദർശൻ ഒരു BJP മനസ്സുള്ള ആളാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പം ഇപ്പം പൃഥ്വിരാജ് ചെയ്തതുപോലെ അന്ന് കാലാപാനിയിലൂടെ RSS അജണ്ട സെറ്റ് ചെയ്ത ആളാണ് പ്രിയദർശൻ. അതിൻ്റെ നിർമ്മാണം സഹനിർമ്മാതാവാണ് മോഹൻലാൽ. അപ്പോൾ അതിന് ഒരു മറുപുറമാണ് എമ്പുരാനിലൂടെ മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അന്ന് ചെയ്തതിൻ്റെ മറുവശം, അതിനെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു മതേതര രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക്, ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനൊരു പിന്തുണയാവട്ടെ. അല്ലെങ്കിൽ ഇതിനെ തന്നെ വീണ്ടും ദുരുപയോഗം ചെയ്ത് വർഗീയ ഹിന്ദുത്വവാദികൾ അവർക്ക് അനുകൂലമായി മാറ്റാതിരിക്കാൻ ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന് മുൻകൈയെടുക്കണം. ഇപ്പം കിട്ടിയ ഒരു അവസരം പാഴാക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എമ്പുരാൻ ഒരു പൊളിറ്റിക്കൽ ഫിലിമാണ്, അറ്റ് ദ സെയിം ടൈം എന്റർടൈൻമെന്റ് ത്രില്ലർ. ഇത് രണ്ടും കൂടിയാണ്. ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.